നമസ്കാരം. വെള്ളി നക്ഷത്രത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സിനിമ എപ്പോഴും സംസാരിക്കുന്നത് ഒരു രാഷ്ട്രീയം തന്നെയാണ്. വിശക്കുന്നവന്റെയോ കള്ളന്റെയോ അതിദരിദ്രന്റെയോ കഥ നമ്മളുടെ മുമ്പിലേക്ക് വെക്കുമ്പോൾ അവന്റെ ജീവിതത്തിലെ രാഷ്ട്രീയമാണ് സിനിമ നമ്മളോട് സംവദിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് വലിയ വിവാദം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് സെൻസർ ബോർഡ്. സിനിമയിൽ വരുന്ന ഡയലോഗുകൾ വെട്ടിമാറ്റിയും സീനുകൾ വെട്ടിക്കുറച്ചും സെൻസർ ബോർഡ് സിനിമയെ നശിപ്പിക്കുന്നു എന്ന് തന്നെ പറയാം. ഒരു തരത്തിൽ സിനിമ നമ്മളോട് പങ്കുവെക്കുന്ന രാഷ്ട്രീയത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക തന്നെയാണ് സെൻസർ ബോർഡ് എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ ആഴ്ച ഷൈനിക നായകനായി എത്തിയ ഹാൽ എന്ന ചിത്രത്തിന്റെ 16ഓളം ഭാഗങ്ങൾ സെൻസർ ബോർഡ് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിരുന്നു. അതിനു മുമ്പ് സുരേഷ് ഗോപി നായകനായി എത്തിയ ജാനകി വേഴ്സ് സ്റ്റേറ്റ് എന്ന ചിത്രത്തിൽ നിന്നും ഒരുപാട് ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോ ഇതാ തമിഴിൽ നിന്നുള്ള പരാശക്തി എന്ന മൂവിയിലെ രംഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കാൻ സെൻസർ ബോർഡിന്റെ നിർദ്ദേശം. നമ്മൾക്ക് വിശദമായി ഇതൊന്ന് പരിശോധിക്കാം. വലത് രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കുന്ന സിനിമകളിൽ യാതൊരു മടിയും കൂടാതെ സെൻസർ കട്ടുകൾ നടപ്പിലാക്കുന്നത് ഇന്നത്തെ കാലത്ത് പുതുമയുള്ള ഒരു കാര്യമല്ല. മലയാളത്തിൽ ഷൈനിക നായകനായ ഹാൽ എന്ന ചിത്രത്തിൽ ബലിശമായ കാര്യങ്ങളിൽ സെൻസർ കട്ടുകൾ ചെയ്ത് അടുത്തിടെ വലിയ വാർത്തയായി മാറിയിരുന്നു. ഇപ്പോ ഇതാ സുധാ കൊങ്കര സംവിധാനം ചെയ്ത് ശിവകാർത്തികേയൻ നായകനായി എത്തുന്ന പരാശക്തിക്കുമേൽ നടത്തിയ സെൻസർ കട്ടുകളാണ് സിനിമാ മേഖലയിൽ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുന്നത്. 1960 കാലഘട്ടത്തിൽ മദ്രാസ് സ്റ്റേറ്റിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ സമരം ചെയ്ത് രക്തസാക്ഷിയായ വിദ്യാർത്ഥി നേതാവ് രാജേന്ദ്രന്റെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ചിത്രത്തിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെ ചോദ്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട സംഭാഷണങ്ങളും രംഗങ്ങളും ചിത്രത്തിൽ നിന്നും നീക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 1960 കാലഘട്ടത്തിലെ സാമൂഹിക രാഷ്ട്രീയ സ്ഥിതിഗതികൾ സൂചിപ്പിക്കുന്ന രംഗങ്ങളാണ് ഇതിൽ ഭൂരിഭാഗവുമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട്. അതേസമയം സെൻസർ ബോർഡിന്റെ പ്രവൃത്തിയിൽ ചിത്രത്തിന്റെ സംവിധായകയും അണിയറ പ്രവർത്തകരും അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ കൊമേഴ്ഷ്യൽ ചിത്രമല്ല പരാശക്തിയെന്നും ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നടക്കുന്ന സോഷ്യോ പൊളിറ്റിക്കൽ ഡ്രാമയാണെന്നും ചില ഭാഗങ്ങൾ മാത്രമായി കട്ടു ചെയ്യുന്നത് സത്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇല്ലാതാക്കുമെന്നും സംവിധായക പറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് സെൻസർ ബോർഡിന്റെ തീരുമാനം പുനഃപരിശോധിക്കുന്നതിനായി ചിത്രം റിവൈസിംഗ് കമ്മിറ്റിക്ക് അയച്ചത്. വിജയ് നായകനായി എത്തുന്ന അവസാന ചിത്രം ജനനായകനൊപ്പം ക്ലാഷായി ജനുവരി 10-നാണ് പരാശക്തിയുടെ റിലീസ് തീരുമാനിച്ചിരിക്കുന്നത്. സെൻസർ ബോർഡിന്റെ ഇടപെടലിനെ തുടർന്ന് ചിത്രത്തിന്റെ റിലീസ് വൈകുമോ എന്ന ആശങ്കയും ഇപ്പോൾ പ്രേക്ഷകർക്കുണ്ട്. ശിവകാർത്തികേയന്റെ കരിയറിലെ 25ാമത്തെ ചിത്രവും സംഗീത സംവിധായകൻ ജി വി പ്രകാശിന്റെ കരിയറിലെ 100ാമത്തെ ചിത്രവും എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. ആകാശ് ഭാസ്കരൻ നിർമ്മിക്കുന്ന ചിത്രത്തിൽ രവി മോഹൻ, ശ്രീലീല, അഥർവ തുടങ്ങിയവരും പ്രധാന വേഷത്തിലെത്തുന്നു. കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ പ്രമോഷന്റെ ഭാഗമായി ഒരുക്കിയ സെറ്റ് പ്രേക്ഷകർക്കായി തുറന്നു കൊടുത്തിരുന്നു. വലിയ പ്രതികരണമാണ് ഈ എക്സിബിഷനിൽ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ജനുവരി 10-ന് ചിത്രം തിയേറ്ററിൽ എത്തുമെന്ന വിശ്വാസത്തോടെ തൽക്കാലം നിർത്തുന്നു.